മുനമ്പത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് തിരിച്ച സംഘത്തിൽ 12 ദിവസം മാത്രം പ്രായമായ കൈക്കുഞ്ഞും ചോറ്റാനിക്കര ആശുപത്രിയിലെ ജനന സർട്ടിഫിക്കറ്റും കുടുംബം ചികിത്സ തേടിയതിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. മനുഷ്യക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ഇടനിലക്കാരെ കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കൈക്കുഞ്ഞുൾപ്പെടെയുള്ള സംഘമാണ് ന്യൂസിലാൻഡിലേക്ക് തിരിച്ചിരിക്കുന്നത്. എന്താണ് ഈ സംഘത്തെക്കുറിച്ച് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് മനുഷ്യക്കടത്തിനായി കഴിഞ്ഞ 2 മാസത്തോളമായി ആസൂത്രണം നടത്തിയിരുന്ന ആൾക്കാർക്കും അതിന്റെ ഭാഗമായി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആൾക്കാർക്കും മുന്നിൽ ഒന്നും തടസ്സമായിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിലെ താമസക്കാരനായ ബാബുകുമാറും ഭാര്യ പൂജയും ഏതാണ്ട് ഡിസംബർ അവസാന നാളുകളിലാണ് കേരളത്തിൽ ഇതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി എത്തിയിരുന്നത്. പൂജ ഗർഭിണിയായിരുന്നു. തുടർന്ന് ഇവരെ ചികിത്സയ്ക്കായി അവിടെ ചോറ്റാനിക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ജനുവരി 1-ാം തീയതിയാണ് പൂജ കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അതിനുശേഷം ജനുവരി 12-ാം തീയതി പുലർച്ചെ 4 മണിക്കാണ് ഇവർ ന്യൂസിലാൻഡിലേക്കുള്ള ബോട്ടിൽ കയറുന്നത്. അപ്പോൾ കുഞ്ഞിന് പ്രായം വെറും 12 ദിവസങ്ങൾ മാത്രമാണ്. 12 ദിവസമുള്ള പെൺകുഞ്ഞുമായാണ് ബാബുകുമാറും ഭാര്യ പൂജയും ഈ ബോട്ടിൽ കയറി ന്യൂസിലാൻഡിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഇവരുടെ മറ്റൊരു മകൻ കൂടി സംഘത്തിലുണ്ട്. ബാബുകുമാറിനെ പറ്റി അംബേദ്കർ നഗർ കോളനിയിൽ അന്വേഷിച്ചപ്പോൾ ഇയാൾക്കെതിരെ 4ഓളം കേസുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൂജയ്ക്കെതിരെയും ചില കേസുകൾ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ടാണ് ആൾക്കാരെ തിക്കി നിറച്ചിരിക്കുന്ന ബോട്ടിൽ ഇവർ കയറുകയും വിദേശത്ത് പോകാനായി തയ്യാറാകുകയും ചെയ്തത്. സമാനമായ മറ്റൊരു കുടുംബത്തിന്റെ അവസ്ഥ കൂടിയുണ്ട്. ആ കുടുംബത്തിൽ അവരുടെ രക്ഷിതാക്കൾ ഒരു വാഹനത്തിലും കുട്ടി മറ്റൊരു വാഹനത്തിലുമായിരുന്നു. ആദ്യം എത്തിയ വാഹനത്തിലുള്ള ആൾക്കാർ ബോട്ടിൽ കയറിയപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം അല്ലാതെ കുട്ടിക്ക് മറ്റുള്ള ആൾക്കാർക്കൊപ്പം ഈ ബോട്ടിൽ കയറേണ്ട സാഹചര്യവും ബോട്ട് പുറപ്പെട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടായെന്നാണ് മറ്റൊരു കുടുംബം അന്വേഷണത്തിൽ ന്യൂസ് 18നോട് പറഞ്ഞത്. ഈ രീതിയിൽ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബോട്ട് ഇപ്പോൾ എവിടെയെത്തിയെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. എവിടെയെങ്കിലും ബോട്ട് നിർത്തിക്കൊണ്ട് വീണ്ടും ഇന്ധനവും മറ്റും ശേഖരിച്ചു പോകാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടാകുമോ എന്നും സംശയിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ വിവിധ സുരക്ഷാ ഏജൻസികൾ അടക്കം നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായി ബോട്ടിനെ തിരിച്ചറിയാനോ അതിനെ കണ്ടെത്താനോ സ്ഥലം മനസ്സിലാക്കാനോ ഒന്നും അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇതിൽ വലിയൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ഇടനിലക്കാർ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ ലഭിക്കുന്നത്. ശ്രീകാന്ത്, ദേവേന്ദ്ര, ഒപ്പം ശാന്തകുമാർ എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട 3 ആസൂത്രകർ. അതിനു പുറമെ ശിവപാലൻ എന്ന ശ്രീകാന്തിന്റെ ബന്ധുവുണ്ട്. മാത്രമല്ല കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സെൽവരാജ് എന്നയാളെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്താനും ഇവർ ഇനി ബോട്ടിൽ കയറി പോയിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉണ്ണി, ഇക്കാര്യത്തിൽ ഇന്തോനേഷ്യ ലക്ഷ്യമാക്കി ബോട്ട് നീങ്ങുന്നു എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും അതേക്കുറിച്ച് അവർ നൽകുന്നുണ്ടോ വിവരം? അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇതുവരെ അന്വേഷണ ഏജൻസികൾക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കേവലം അഭ്യൂഹങ്ങൾ മാത്രമാകാമെന്ന രീതിയിലാണ് അവർ അതിനെ പ്രതികരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ ചിലരൊക്കെ ഈ ബോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം. ശ്രീലങ്കയിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ ഒക്കെ പോയിട്ടുണ്ടാകാം. അവിടെ നിർത്തിയിട്ട് മറ്റു കാര്യങ്ങൾ സംഭരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാകാം. ഇന്ധനം തീർന്നിട്ടുണ്ടാകും, ഭക്ഷണം തീർന്നു തുടങ്ങിയ അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്വേഷണ ഏജൻസികൾ അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ഇതിൽ വിവിധ തലത്തിലുള്ള ഏജൻസികൾ ഭാഗമാകുന്നുണ്ട്. കേരള പോലീസാണ് അന്വേഷണം പ്രധാനമായും നടത്തുന്നതെങ്കിലും നാവികസേനയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇതിൽ ഭാഗമാകുന്നുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഭാഗമാകുന്നുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോയും ഈ അന്വേഷണത്തിൽ ഭാഗമാകുന്നുണ്ട്. കൃത്യമായി ഇതുവരെയും ഇവർക്ക് ഒരു വിവരം ലഭിച്ചിട്ടില്ല എവിടെയാണ് ഈ ബോട്ട് എന്നത് കണ്ടെത്താൻ. അതിന് പുറംകടലിൽ നിരവധി ബോട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോട്ടിനെ മാത്രമായി എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന വെല്ലുവിളിയാണ് പ്രധാനമായും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ നേരിടുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേവലം അഭ്യൂഹങ്ങൾ മാത്രമാകാം. സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ.